മാംഗല്യം പാർട്ട് 13. പാറു അവിടെ നടന്ന സംഭവങ്ങൾ ഒന്നും തന്നെ മനസ്സിലായില്ല. എങ്കിലും വിവിയും ഏട്ടനും തൻ്റെ കൈയിൽ പിടിച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവർക്കൊപ്പം വന്നു എന്ന് മാത്രം. താൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ ഒരാൾ വന്ന് ഭദ്രനെ അടിച്ചു വീഴ്ത്തി തന്നെ അവിടെ നിന്നും താലി കെട്ടി എന്ന് പറഞ്ഞ് അവിടെ നിന്നും കൊണ്ടുപോയി. അത്രയും കണ്ടതും അവൾക്ക് വല്ലാതെ സന്തോഷമായി. അവൾ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായി. എങ്കിലും അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലായില്ല. അയാൾ തൻ്റെ കഴുത്തിൽ നിന്നും ആ മഞ്ഞത്താലി എടുത്ത് പുറത്തേക്ക് കാട്ടുമ്പോഴാണ് താനും അത് കാണുന്നത്. ഇത് എങ്ങനെ? ഇന്നലെ തൻ്റെ വിവാഹം നടക്കില്ല എന്ന് എല്ലാവരും തനിക്ക് ഉറപ്പ് തന്നിരുന്നു. എങ്ങനെയെങ്കിലും അവർ ഈ വിവാഹം മുടക്കിത്തരുമെന്ന് തനിക്ക് വാക്ക് തന്നതുകൊണ്ടാണ് താൻ ഇത്രത്തോളം സന്തോഷത്തോടെ എല്ലാവരുടെ ഒപ്പം കളിച്ചും ചിരിച്ചും ഇന്നലെ ആ ഒരു ദിവസം അടിച്ചു പൊളിച്ച് കഴിഞ്ഞത്. എന്നാൽ അതിന് പിന്നിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ എൻ്റെ അച്ഛന് ഇങ്ങനൊരു പെങ്ങളുണ്ടെന്നും അതിൽ 2 മക്കളുണ്ടെന്നും. അതുകൂടാതെ വിവിയേട്ടൻ എൻ്റെ ഏട്ടനാണെന്ന് പോലും ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. അവൾ കാറിലിരുന്ന് ഓരോന്നാലോചിച്ച് തൻ്റെ അടുത്തിരിക്കുന്ന ആ സ്ത്രീയെ അവൾ ഒന്ന് നോക്കി. അവർ തന്നെ രൂക്ഷമായി നോക്കിയിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. താനിപ്പോൾ വറചട്ടിന്ന് എരിചട്ടിയിലോട്ടാണോ വന്ന് വീണേ? ഇതങ്ങനല്ലല്ലോ, എരിചട്ടിന്ന് വറചട്ടിയിലോട്ട് വീണെന്നല്ലേ? എന്തെങ്കിലും ആവട്ടെ, ഇപ്പം കാര്യം മനസ്സിലായല്ലോ. തൻ്റെ അവസ്ഥ എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെയാണോ എൻ്റെ കൃഷ്ണ? തനിക്ക് ഒന്ന് സന്തോഷിക്കാനുള്ള യോഗം പോലും ഇല്ലേ? ഇവരിനി എന്നെ എന്തിനാണാവോ കൊണ്ടുപോകുന്നത്? വീട്ടിൽ ജോലിക്കാരിയായിരുന്നു. കഴിക്കാനും കിടക്കാനുമുള്ള സ്ഥലം ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഇനി എന്താണെന്നാവോ? ഉപദ്രവിക്കാതെ ഒരു നേരത്തെ ആഹാരമെങ്കിലും നേരെ ചൊവ്വേ കിട്ടിയാൽ മതിയായിരുന്നു. അവൾ ഉള്ളൊരുങ്ങി കൃഷ്ണനോട് പ്രാർത്ഥിച്ചു. അവൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും എല്ലാം അല്പം ഉറക്കെയായിരുന്നു. അവരെല്ലാവരും വണ്ടി സൈഡാക്കി അവളെ തന്നെ നോക്കി. നിന്നെ വീട്ടിലെ വേലക്കാരിയാക്കാനല്ല കൊണ്ടുപോകുന്നത്. അവൾ പറഞ്ഞതെല്ലാം സത്യമാണ്. നീ ഞങ്ങളുടെ അമ്മാവൻ്റെ മകൾ തന്നെയാണ്. നിൻ്റെ അച്ഛനെ അന്ന് ആദ്യമായി ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ പഴയ ആൽബമെല്ലാം ഒന്ന് തപ്പിപ്പറിക്കിയത്. അപ്പോൾ അമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടു. അതിൽ നിന്നും എനിക്ക് മനസ്സിലായി അമ്മ ഒരുപാട് വിഷമിക്കുന്ന ഈ ഒരു മുഖം കാണാനാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, അമ്മയ്ക്ക് ഭാഗ്യമില്ലാതായിപ്പോയി. അവൻ അതും പറഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ മുഖത്തും നിരാശയുണ്ട്. എങ്കിലും ഇന്ന് ഏട്ടൻ സന്തോഷവാനായിരിക്കൂടാ. ഏട്ടന് ഒരുപാട് വിഷമം കാണും. ഇവളെ ആ നരകത്തിൽ ഉപേക്ഷിച്ച് ഇഹലോകം പോകേണ്ടി വന്നില്ലേ? എന്തായാലും ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും ആത്മാവിന് സന്തോഷമായി കാണും. അതും സേഫായി എൻ്റെ കയ്യിൽ തന്നെയല്ലേ എൻ്റെ കുഞ്ഞു വന്ന് പെട്ടത്. അതുകൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അവർ അവളെ തന്നോട് ചേർത്ത് ആ നെറുകയിൽ ഒന്ന് ചുംബിച്ചു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇത്ര സ്നേഹത്തോടെ തന്നെ ആരും ചേർത്ത് പിടിച്ചില്ല. ആ ചേർത്തുപിടിയിലുണ്ടായിരുന്നു അവർക്ക് അവളോടുള്ള സ്നേഹവും കരുതലും എല്ലാം. എന്നാൽ ഒരിക്കൽ പോലും അവൾ മുൻസീറ്റിൽ ഡ്രൈവ് ചെയ്യുന്ന വേദിനെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. എന്നാൽ വേദ് അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് വിവി ഒന്ന് മുരടനകി. എന്താ ചോര ഊറ്റിയെങ്കിൽ ഏട്ടൻ മുന്നോട്ട് വണ്ടിയിടും. ഇതുവരെ കല്യാണം വേണ്ട, ഞാൻ ആരാണ്ടെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു നടന്ന മനുഷ്യനാ. എൻ്റെ പാറുക്കൊച്ചിനെ കണ്ടപ്പോൾ മൂക്കും കൊത്തി വീണ്. വിവി അവിടെ ഇരുന്ന് ഒന്ന് പിറുപിറുത്തു. എന്നാൽ ഇത് വ്യക്തമായി വേദ് കേൾക്കുകയും ചെയ്തു. വേദ് പല്ലും കടിച്ച് അവനെ ഒന്ന് നോക്കി. വീട്ടിൽ ചെല്ലട്ടട, ഇതിനുള്ള മറുപടി തരാം എന്ന അർത്ഥത്തിൽ അവനെ നോക്കിയതും. ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? ഒന്നും കേട്ടില്ല ഏട്ടൻ. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി താൻ പറഞ്ഞതിൻ്റെ വോയിസ് ഇത്തിരി കൂടുതലായിരുന്നു എന്നും അവനത് വ്യക്തമായി കേട്ടു എന്നും. ഇനി വീട്ടിൽ ചെന്ന് എന്ത് കള്ളം പറഞ്ഞ് ഈ മസിൽമാൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും? പാവം എൻ്റെ പാറുമോള്, ഇവനെ കൊണ്ട് തന്നെ കെട്ടിക്കേണ്ട അവസ്ഥ വന്നല്ലോ. അവൻ ദീർഘമായി ഒന്ന് നെടുവീർപ്പെട്ട് പാറുവിനെയും വേദിനെയും മാറി മാറി നോക്കി. അവൻ്റെ നോട്ടം കണ്ട് വേദ് നെറ്റി ചുളിച്ച് അവനെ നോക്കി. എന്തെന്നർത്ഥത്തിൽ പിരികമുയർത്തി നോക്കിയതും അവൾ ചുമർ കൂച്ചി ഒന്നുമില്ല എന്നർത്ഥത്തിൽ പറഞ്ഞു. വീണ്ടും വേദ് ഡ്രൈവിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക്
മിററിലൂടെ അവളെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. വേദിന് തൻ്റെ നെഞ്ച് നീറുന്നതുപോലെ തോന്നി. എന്താ ഇപ്പോൾ അങ്ങനെ? അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കാണുമ്പോൾ തനിക്കെന്താ ഇത്ര വിഷമം? തൻ്റെ മനസ്സെന്താ ഇത്ര നോവുന്നത്? അവൻ വ്യാകുലതയോടുകൂടി ഓരോന്നാലോചിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ട് പായിച്ചു. കുറേ ദൂരം കഴിഞ്ഞതും വണ്ടി ഒരു വലിയ വീടിന് മുന്നിൽ കൊണ്ടുപോയി നിർത്തി. പാറു കാറിലിരുന്നു കൊണ്ട് ചുറ്റും നോക്കി. തനിക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു വീടും പരിസരവും എല്ലാം കണ്ട് അവൾക്ക് വല്ലാതെ തോന്നി. അവൾ മെല്ലെ അതിനകത്ത് ഇരുന്ന് തന്നെ ചുറ്റും നോക്കാൻ തുടങ്ങി. അവളുടെ നോട്ടവും ഭാവവും എല്ലാം കണ്ട് മൂവർക്കും ചിരി വന്നു. എങ്കിലും ചിരിക്കാതെ അവർ അവളെ നോക്കി. ഇറങ്ങുന്നില്ലേ? ബാ, ഇനി ഇവിടല്ലേ താമസിക്കാൻ പോകുന്നേ? അവർ പറഞ്ഞതും അവൾ അവരെ മൂവരെയും മാറി മാറി നോക്കി. വിവിയെയും അമ്മയും നോക്കി. നേരെ നോട്ടം വേദിൻ്റെ മുഖത്തേക്കാണ് പോയത്. വേദ് അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൻ്റെ കണ്ണിലേക്ക് നോക്കാൻ വയ്യാതെ പാറു തല താഴ്ത്തി. വേദിന് പാറുവിൻ്റെ ഭാവം കണ്ട് വല്ലാത്ത സന്തോഷം തോന്നി. അത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ അവൻ നേരെ പാറുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ഡോറ് തുറന്ന് ഇറങ്ങ്. വേദ് പറഞ്ഞത് കേട്ട് വേദിനെ ഒന്ന് നോക്കി പെട്ടെന്ന് തന്നെ അവൾ അതിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് ധൃതിയിൽ നടന്ന് വിവേകിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ച് ഒരു ഭയത്തോടെ ചുറ്റും നോക്കി നിന്ന്. എന്തിനാ പാറു പേടിക്കുന്നേ? ഇത് നമ്മുടെ വീടല്ലേ, നീ എന്തിനാ ഭയക്കുന്ന? ബാ, നിൻ്റെ കൂടെ ഞാനില്ലേ? വിവി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടന്ന്. വേദിനെ അതൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇവനാണോ ഇപ്പോൾ കല്യാണം കഴിച്ചത്, ഞാനാണോ? അത് പറഞ്ഞതും ലത അടുത്തേക്ക് വന്ന്, അതേ, നിൻ്റെ താലി അവളുടെ കഴുത്തിൽ കിടക്കൊണ്ടെന്ന് പറഞ്ഞത് നീ കെട്ടിയതല്ല, ഇപ്പോൾ അവിടെ നടത്തിയ നാടകത്തിൻ്റെ ഭാഗമാണ്. താലിയൊക്കെ മുഹൂർത്തം നോക്കി ഞങ്ങൾ പറയുമ്പം കെട്ടിയാൽ മതി കേട്ടോ. മോൻ കൂടുതൽ അവകാശം അവളുടെ മേൽ കാട്ടാൻ നിൽക്കണ്ട. ലത അവനെ ഒന്ന് രൂക്ഷമായി നോക്കി അകത്തേക്കറി. ഞാൻ പറഞ്ഞത് ഇത്ര പെട്ടെന്ന് കേട്ടോ? ആ, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഇത് എന്തിൻ്റെ ജന്മവും പാമ്പിൻ്റെ ജന്മവും കണ്ട പറയുന്നതെല്ലാം അതുപോലെ കേൾക്കാൻ. ആന്നടാ, ഇപ്പോൾ നിനക്ക് തോന്നും ഞാൻ പാമ്പിൻ്റെ ജന്മമാണെന്ന്. ലത പോകുന്ന വഴിയിൽ വിളിച്ചു പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ അവർക്ക് പിന്നാലെ അകത്തേക്ക് കയറിയതും ഹാളിലിരിക്കുന്ന എല്ലാവരെയും കണ്ട് വിവിയും വിവേകും പാറും അത്ഭുതപ്പെട്ടു. ഇതെന്താ ഇതിപ്പോൾ പതിവില്ലാതെ എല്ലാവരും? വിവി എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെന്താടാ, പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നടക്കുന്നത്? അപ്പോൾ ഞങ്ങളാരും വരണ്ടേ? നീയും നിൻ്റെ ഏട്ടനും കൂടി ഇതെല്ലാം അങ്ങ് പരിഹരിക്കുമോ? അല്ല, പതിവില്ലാതെ നിങ്ങളെ എല്ലാവരും ഒന്നിച്ച് കണ്ടപ്പോൾ അറിയാതെ ചോദിച്ചു പോയതാ. ഓ, അമ്മ വിളിച്ച് പറഞ്ഞാണു. പിന്നെ ലതയ്ക്കെങ്കിലും ഞങ്ങളെ എല്ലാ കാര്യങ്ങളൊന്നും വിളിച്ചറിയിക്കണ്ടായോ? അതുകൊണ്ട് ഞങ്ങളും ഇനി പോരുന്നു. അവരെല്ലാവരും പറയുന്നതെല്ലാം കേട്ട് ഒരു ചെറുചിരിയോടെ നിന്ന വേദ് പതിയെ അവിടെ നിന്നും തൻ്റെ റൂം ലക്ഷ്യം വെച്ച് സ്റ്റെയർ കയറാൻ ഒരുങ്ങിയതും ഷിഹാബിൻ്റെ സിസ്റ്റർ പുറകിൽ നിന്നും വേദിനെ വിളിച്ചു. വിളി കേട്ട് വേദ് തിരിഞ്ഞു നോക്കിയതും എന്താണ് വക്കീലേ? വേദ് അവളോടായി ചോദിച്ചതും അല്ല, നീ ഇങ്ങനെ അങ്ങ് കയറിപ്പോയാൽ മതിയോ? ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണ്ടേ? എന്ത് പരിഹാരം? അല്ല, അവർ പോയി തിരക്കുമ്പോൾ അറിയില്ലേ നിൻ്റെയും ഇവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന്? ഇതിപ്പോൾ ഒഫീഷ്യലി നീ അവളുടെ കഴുത്തിൽ താലി കെട്ടണ്ടേ? അതും എല്ലാം ലീഗലി നിൻ്റെ ഭാര്യയാകിയാൽ വേണം. ഇല്ല എങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇവളെ ഇവിടെ നിന്നും കൊണ്ടുപോകാം. അത്രയും പറഞ്ഞതും പാറുവിൻ്റെ ദേഹം വിറച്ചുകൊണ്ട് വിവിയുടെ കയ്യിൽ ഒന്നുകൂടി മുറുകി. വിവി അത് മനസ്സിലായതുപോലെ, എൻ്റെ പാറൂസേ, നീ ഇങ്ങനെ നിന്നും വിറയ്ക്കാതെ. ഒന്നിനും പോരാത്തെ നിൻ്റെ ഭർത്താവ് ഒരു IPS ഓഫീസർ അല്ലേ? അതിൻ്റെ ധൈര്യമെങ്കിലും ഒന്ന് കാട്ടെൻ്റെ പെണ്ണെ. അവൻ ഒരു കുറുമ്പോടെ അവളോട് പറഞ്ഞതും അവൾ IPS ഓഫീസർ എന്നൊരു പേര് കേട്ട് അവനെ ഞെട്ടലോടെ നോക്കിയതും അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ പാറു തൻ്റെ കണ്ണ് പിൻവലിച്ച് നിലത്തേക്ക് നോക്കി നിന്നു. എൻ്റെ പെണ്ണ് ഏതൊരു പ്രതിസന്ധിയിലും എല്ലാത്തിനെയും നേരിടാനുള്ള ചങ്കൂറ്റവും ധൈര്യവും എല്ലാം വേണം. അല്ലാതെ ഇങ്ങനെ പൂച്ചക്കുട്ടിയെപ്പോലെ ഒരാളുടെ പിന്നിൽ മറയുകയല്ല വേണ്ടത്. എന്തായാലും സമയമുണ്ടല്ലോ, അതൊക്കെ ശരിയാക്കി എടുക്കാം. പൂച്ചക്കുട്ടിയെ പുലിക്കുട്ടിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അത്രയും പറഞ്ഞുകൊണ്ട് നേരെ ഷിഹാബിൻ്റെ സിസ്റ്ററിന് നേരെ തിരിഞ്ഞ്, അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്നാ വക്കീലി പറയുന്നത്? അത് വേറെ ഒന്നുമല്ല, നീ ലീഗലി അവളെ വിവാഹം കഴിച്ച് രജിസ്റ്റർ ചെയ്ത് ഇനി അവർ വന്ന് ചോദിച്ചാൽ പോലും അവളെ വിട്ടുകൊടുക്കരുത്. നിനക്ക് മാത്രമായിരിക്കണം അവളുടെ മേൽ അവകാശം. അവളുടെ കാര്യങ്ങൾ നിനക്കറിയാമല്ലോ. ഒരാളെ എതിർത്ത് ഒന്ന് സംസാരിക്കുക പോലും ചെയ്യത്തില്ല പാറു. അവളെ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പന്ത് തട്ടാൻ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഷിഹാബിൽ നിന്നും ഞാൻ അറിഞ്ഞ പാറു ഒരു പാവമാണ്.
എല്ലാവരും എങ്ങനെ ഉപദ്രവിച്ചാലും തിരിച്ച് ഒന്ന് നുള്ളിപ്പോലും നോവിക്കാനോ ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാത്ത ഒരു പഞ്ചപാവം. അത്ര പാവമായാൽ തന്നെ എല്ലാവരും ആ ഒരു സ്വഭാവത്തെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് അവളുടെ ചെറിയമ്മ എന്ന് പറയുന്ന അശ്വതിയും ഇന്നിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ആ മുതലെടുപ്പിൻ്റെ ഭാഗമല്ലേ കുട്ടുവിനെ കൊല്ലും എന്ന് പറഞ്ഞ് ഇവളെ ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിച്ചതുപോലും. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ പറഞ്ഞത് കള്ളമാണെന്ന് തിരിച്ചറിയാൻ വളരെ താമസമൊന്നുമില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഇവിടെ ഉറപ്പായും എത്തുകയും ചെയ്യും. അതുകൊണ്ട് അതിനു മുൻപ് തന്നെ നിന്റെ കൈയാൽ അവളുടെ കഴുത്തിൽ ഒരു താലി വീണിരിക്കണം. നിനക്ക് മാത്രം അവകാശപ്പെട്ടവളായി മാറിയിരിക്കണം അവൾ. വക്കീൽ അത്രയും പറഞ്ഞതും വേദ് തിരിഞ്ഞ് പാറുവിനെ ഒന്നുകൂടി നോക്കി. പാറു ഇവരെല്ലാം പറയുന്നത് കേട്ട് നോക്കി നിൽക്കുക. വേദ് തന്നെ നോക്കുന്നത് കണ്ട് വീണ്ടും അവൾ കണ്ണു വെട്ടിച്ച് നിലത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട്, എൻ്റെ പൊന്ന് വേദേ, നീ ആ കൊച്ചിനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ. അതൊന്നാമതേ പേടിച്ച് നിൽക്കുക. അതിനൊക്കെ സമയമുണ്ടടാ ചെക്ക. വക്കീൽ വീണ്ടും അവനോടായി ഒരു തമാശ പോലെ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു എൻ്റെ വിവിയെ, കല്യാണം വേണ്ട, എനിക്ക് പെണ്ണ് വേണ്ട, പിടക്കോഴി വേണ്ട എന്നൊക്കെ പറഞ്ഞ ആളാ. ആണ്ട കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പെങ്കൊച്ചിനെ നോക്കി ഇരിക്കുന്നത്. എൻ്റെ ഇത്തൂസേ, അതൊക്കെ പണ്ട്. ഇപ്പോഴിതൊന്നും അല്ല. എൻ്റെ പാറൂസിനെ കണ്ട അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ കയറിക്കൂടിയതാ ഈ മസിലളിയനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണമെന്ന്. എന്താണെന്നറിയത്തില്ല, ഇവളെ കണ്ടപ്പോൾ തൊട്ട് എൻ്റെ കുഞ്ഞനുജത്തിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു. അവളെക്കുറിച്ച് ഓരോന്നറിയും തോറും എൻ്റെ മസിലളിയൻ തന്നെ മതിയെന്ന് ഞാനങ്ങ് ഉറപ്പിച്ചതാ. എന്തായാലും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെ അവളെ കൊണ്ടുവന്ന്. ഇതിലൊക്കെ രസം വേറൊന്നായി തൂസേ, എൻ്റെ പാറൂസിനെ ഞാൻ ഈ അളിയനെ കൊണ്ട് കെട്ടിക്കാനുള്ള തീരുമാനം എടുത്ത് അമ്മയോടും സമ്മതം ചോദിച്ച് എല്ലാം ഉറപ്പിച്ചപ്പോൾ ഇങ്ങേരുടെ ജാടയെടുക്കുന്നു. എൻ്റെ പാറൂസിനെ കണ്ടിട്ടുണ്ട്. അയാൾ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ 7 മൈൽ അകലെപ്പോലും എത്തത്തില്ലെന്നായി ഇങ്ങനെ അന്ന് പറഞ്ഞത്. ഇന്ന് കല്യാണ മണ്ഡപത്തിൽ ഇങ്ങനെ ഒരുങ്ങി സുന്ദരിയായി നിൽക്കുന്ന എൻ്റെ പാറൂസിനെ കണ്ട് ഇങ്ങനെ 1/2 മണിക്കൂറാ അവിടെ അദ്ദേഹത്തു നിന്ന് കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കി നിന്നത്. ഇങ്ങനെ ചോര ഊറ്റിയ എൻ്റെ കൊച്ചിൻ്റെ ശരീരത്തിൽ അല്പം പോലും ചോര കാണത്തില്ല. ഡ്രാക്കുള വരെ മാറി നിന്നു ഇങ്ങനെ ചോര കൂടി കണ്ടു കഴിഞ്ഞാൽ. അവൻ പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ച്. വിവിയുടെ തറച്ചിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വേദ് അവനെ തന്നെ രൂക്ഷമായി നോക്കി. എൻ്റെ ഏട്ടാ, ഇങ്ങനെ എന്നെ നോക്കി പേടിപ്പിക്കണ്ട. അത് ശരിയാ, ഏട്ടൻ ഞങ്ങളുടെ പാറുക്കുട്ടിയെ നോക്കി നിന്ന് ഞങ്ങളെല്ലാവരും കണ്ടതാ. ഒരേ കോറസ് പോലെ അവരുടെ പിന്നിൽ നിന്നും പറയുന്നത് കേട്ട് തിരിഞ്ഞു നോക്കിയത് നമ്മുടെ വാനരപ്പടം മൊത്തം കൊണ്ട് എല്ലാവരെയും കണ്ട്. ഓ, ഇനി ഇതിൻ്റെയൊക്കെ കുറവേ ഉള്ളായിരുന്നു. അത്രയും പറഞ്ഞ് വേദ് ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോയി. വാനരപ്പടകളെല്ലാം കൂടെ വിവിയുടെയും പാറുവിൻ്റെ അടുത്തേക്ക് വന്ന് പാറുവിൻ്റെ സന്തോഷത്തോടെയുള്ള മുഖം കാണാൻ വന്നവർ എല്ലാവരും സങ്കടത്തിൽ നിൽക്കുന്ന പാറുവിനെ കണ്ട് എന്തെന്നർത്ഥത്തിൽ അവളുടെ മുഖം ഉയർത്തി നോക്കിയതും, അത് ഏട്ടന് വിഷമായി കാണും. വിവിയേട്ടന് നിങ്ങളും അങ്ങനെ പറഞ്ഞതല്ലേ? അവൾ സങ്കടത്തോടെ പറയുന്നിട്ട്. ഓ, ഇപ്പോഴേ ഭർത്താവിനെ പറഞ്ഞപ്പം ഇഷ്ടപ്പെട്ടില്ലായിരിക്കും മേഡത്തിന് അല്ലേ? അതായിരിക്കും. അതൊന്നും അല്ല, പക്ഷേ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പ് വെച്ച് നാണം കെടുത്തുമ്പം വിഷമാവല്ലേ, അതുകൊണ്ട് പറഞ്ഞത്. ഓ, ഞങ്ങൾ വരവ് വെച്ചു, ഇനി അത് ആവർത്തിക്കത്തില്ല, പോരെ? വിവിയും അനന്തും എബിയും ഷിഹാബും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. എല്ലാവരും അവരുടെ പറച്ചിൽ കേട്ട് ചിരിച്ചു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് മുകളിലത്തെ നിലയിൽ വേദും നിൽപ്പുണ്ടായിരുന്നു. വേദ് ഒരു ചെറുചിരിയോടെ പാറുവിനെ ഒന്നുകൂടി നോക്കി തൻ്റെ റൂമിലേക്ക് കയറി ഫ്രഷ് ആകാൻ പോയി. കുറേ കഴിഞ്ഞ് പുറത്തേക്കിരുന്ന വേദ് കാണുന്നത് തൻ്റെ റൂമിൻ്റെ അപ്പുറത്തുള്ള റൂം തുറന്നു കിടക്കുന്നത്, അതിൽ നിന്നും ശബ്ദം കേൾക്കുന്നത്. ഇതിപ്പാര ഇതിനകത്ത് എന്ന ഭാവത്തിൽ അവൻ അങ്ങോട്ട് ചെന്നപ്പോഴാണ് പാറുവും അവൻ്റെ വാലുകളും അതിലിരിക്കുന്നത് കണ്ടത്. അവരെല്ലാവരും ഡോറിൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ വേദ് അവിടെ നിൽക്കുന്നത് കണ്ട് എല്ലാവരും ചാടി എഴുന്നേറ്റ് സൈലൻ്റായി. നിങ്ങളെന്താ എല്ലാവരും ഇവിടെ? അത് ലതേമ്മ പറഞ്ഞ് പാറുവിനെ ഇവിടെ ആ റൂം സെറ്റാക്കിയേക്കുന്നത്. അതുകൊണ്ട് അവളുടെ സാധനങ്ങളെല്ലാം ഈ റൂമിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ. അങ്ങനെ അവളെ ഹെൽപ്പ് ചെയ്യുക ഞങ്ങൾ. അത്രയും പറഞ്ഞതും എങ്കിൽ നിങ്ങളുടെ ജോലി നടക്കട്ടെ. വേദ് പാറുവിനെ ഒന്നുകൂടി നോക്കി താഴേക്ക് ഇറങ്ങി.